സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിലെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോഴത്തെ സാമൂഹികമായ പ്രശ്നം എന്ന് പറയുന്നത് പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളായിരുന്നാലും ശരി, ജനങ്ങൾ തമ്മിലായിരുന്നാലും ചേരിതിരിവുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആകെ നശിപ്പിച്ച് കോലാഹലമാക്കി. അത് ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ, നിഷ്പക്ഷരായ പിന്നെ നിലപാടെടുക്കുന്നവർ, ഇവരെല്ലാം കൂടെ പക്ഷേ നിഷ്പക്ഷ നിലപാടെടുക്കുന്നവരായിരുന്നാലും ശരി, പിന്നെ ചാനൽ ചർച്ചകളിൽ പിന്നെ പങ്കെടുക്കുന്നവരായിരുന്നാലും ശരി, ചാനൽ മുതലാളിമാരായിരുന്നാലും ശരി, ഒരു കാര്യത്തിൽ ഇവരെല്ലാം ഒന്നിച്ചാണ്. അതായത് മുസ്ലിങ്ങളെ അടിക്കുക. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം കൂടുതലായിട്ട് ആ കുട്ടിയുടെ പക്ഷത്താണ്. അതിന് നന്ദിയുണ്ട്. കാരണം നമ്മുടെ സംസ്കാരം അനുസരിച്ച്, നമ്മുടെ മതേതരത്വം അനുസരിച്ച്, ഈ കേരളത്തിൽ നടന്നു പോകുന്ന പാരമ്പര്യം അനുസരിച്ച് ഏത് കുട്ടിക്കും ഏത് വേഷം എന്ന് പറയുന്ന സ്കൂളിൽ നിഷ്കർഷിച്ചിട്ടുള്ള പിന്നെ ഡ്രസ് കോഡ് അണിയുക. അതിൻ്റെ കൂടെ അതേ കളറിലുള്ള ഒരു തലയിൽ ഒരു തട്ടം. ഹിജാബ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്, ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണ്. ഹിജാബ് ആളുകൾ വിചാരിക്കും എന്തോ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഹിജാബ് എന്നുള്ള വാക്ക് തന്നെ അറബി വാക്കാണ്. അതിവിടെ ഈ പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നത്? അത് തലയിൽ തട്ടോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. തല മറച്ചുകൊണ്ട് വരുന്നു ഒരു കുട്ടി. അതിൽ ആർക്ക് എന്താണ് പൊള്ളുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. തല മാത്രമല്ല, മൊത്തത്തിൽ ശരീരം മൊത്തം മറച്ചു നിൽക്കുന്ന കന്യാസ്ത്രീ, ആ സ്ത്രീയാണ് പറയുന്നത് തട്ടം തലയിൽ മറയ്ക്കാൻ പാടില്ല. എന്ത് വിരോധാഭാസമാണ്! അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ഈ കേരളത്തില് സമാധാനമായി സൗഹാർദ്ദപരമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഠിച്ചുകൊണ്ടിരുന്ന ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ ചേരിതിരിവ് ഉണ്ടാക്കിയത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റും അവിടുത്തെ പ്രിൻസിപ്പളുമാണ്. അതിന് ഓശാന പാടേണ് ഷാജൻസ്കറിയ എന്ന് പറയുന്ന വിഷമാണ് ഈ നാട്ടില്. അതായത് പിന്നെ കേരളത്തിൽ എങ്ങനെ കലാപം ഉണ്ടാക്കാം, എങ്ങനെ കലാപ കലുഷിതമാക്കാം കേരളീയര്, എങ്ങനെ വേർതിരിവുണ്ടാക്കാം, എന്നിട്ട് BJPക്കോ RSSകാർക്കോ വേണ്ടി ഏതെങ്കിലും തരത്തിൽ 10 വോട്ട് പിടിക്കാൻ ഒക്കൂ എന്നുള്ള രീതിയിൽ പിന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ചാനലുകളിലെ പ്രസംഗികളാണ് ഇവിടെ കേരളത്തിലെ ചാനലുകളിൽ കൂടുതൽ മുതലാളിമാർ അല്ലെങ്കിൽ നടത്തുന്നത്. നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. പേരൊക്കെ കേൾക്കുമ്പോൾ തോന്നും മുസ്ലിങ്ങളാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് നടക്കുന്നതെന്നൊന്നും അല്ല. അതെല്ലാം ക്രിസ്ത്യാനികളാണ് നടത്തുന്നതെല്ലാം. അതായത് മനസ്സിൽ വിഷമം കൊണ്ട് കിടക്കുന്ന ക്രിസ്ത്യാനികൾ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. അതായത് വിഷമാണ് അവരുടെ ഹൃദയത്തിലും അവരുടെ മനസ്സിലും ഉള്ളത്. അവർ ഈ നാട്ടിൽ സമാധാനമായിട്ട് മനുഷ്യരെ സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. ഹൈക്കോടതിയിൽ ആ കുട്ടിയുടെ പിതാവ് പോയി പറഞ്ഞതും ആ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് പറഞ്ഞതും ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിക്കണം. ഇതൊരു സാമൂഹ്യ പ്രശ്നമായി ആളുകളെ 2 ചേരിയിലാക്കി നിർത്തി പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കാൻ ഞാനോ എൻ്റെ കുട്ടിയോ ആഗ്രഹിക്കുന്നില്ല. ആ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നുമില്ല. അവിടെ നിന്ന് വിടുതലിരിക്കാൻ ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. പക്ഷെ കേസ് അവസാനിപ്പിച്ചെങ്കിലും ഇവർ പറഞ്ഞത്, അതായത് വിദ്യാഭ്യാസ വകുപ്പ് പിന്നെ കൊടുത്ത എന്ന് പറയുന്നത് ഹിജാബ് ധരിച്ചുകൊണ്ട്, അതായത് തലയിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ കുട്ടിക്ക് അവിടെ പഠിക്കാൻ അവകാശമുണ്ട്. അത് ഹൈക്കോടതി റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റദ്ദ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പഠിക്കാനുള്ള അവകാശം, തലയിൽ തട്ടമിട്ട് പഠിക്കാനുള്ള അവകാശം ഇന്നും നിലനിൽക്കുകയാണ്. എന്നിട്ടാണ് ആ അഹങ്കാരത്തില് ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കില്ല. വത്തിക്കാനിലെ പോപ്പ് അവിടെ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു റൂമും ശരിയാക്കി കൊടുത്തു. അതുകൊണ്ടൊന്നും ഈ ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല. വിശ്വാസികളാ. ഞാൻ എത്രയോ ഹിന്ദു വീടുകളിലും ക്രിസ്ത്യൻ വീടുകളിലും പോയി നമസ്കരിച്ചുകൊണ്ട് സമയത്ത് ഞാൻ പ്രത്യേകമായി നമസ്കരിക്കുന്ന ഒരു അതിനെ മുസല്ല എന്നാണ് പറയുന്നത്, ഒരു ചെറിയ ഷീറ്റ് കാണും. അതിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ ശരീരശുദ്ധി വരുത്തി പോയി നമസ്കരിക്കാം. അതെന്ന് പറയുന്ന നമ്മൾ സഹിഷ്ണുത ഉള്ളവരാണ്. മതസഹിഷ്ണുത വേണം. എൻ്റെ സ്നേഹിതനുമായിട്ട് ഞാൻ പോകുമ്പോൾ അവൻ ഹിന്ദുവാണ്, കുഴപ്പമില്ല. പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലല്ലോ. ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിക്ക് എന്ത് അവൻ്റെ ചർച്ചിൻ്റെ അവിടെ നിർത്തി കൊടുക്കും വണ്ടിയായി. ഹിന്ദുവാണോ അവൻ്റെ പിന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിർത്തി കൊടുക്കും, തൊഴുതിട്ട് വരും, തൊട്ട് വരും. അപ്പൊ എനിക്ക് സമയമാകുമ്പോഴത്തേക്ക് പള്ളിയിലവിടെ ഒരു വണ്ടി നിർത്തും, ഞാൻ പോയി നമസ്കരിച്ചിട്ട് വരും. അങ്ങനെ കഴിഞ്ഞ ഒരു സമൂഹമാണ് കേരളത്തിൽ. അത് എങ്ങനെ ഈ സമൂഹത്തിൽ എങ്ങനെ ധ്രുവീകരണം സൃഷ്ടിക്കാൻ കഴിയും, ചേരിതിരിവുണ്ടാക്കാം, വെറുപ്പും വിദ്വേഷവും എങ്ങനെ പ്രചരിപ്പിക്കാനൊക്കെ അതിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഷാജൻസ്കറിയ.
ഷാജൻസ്കറിയയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ ചാനലുകളെല്ലാം അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സംഘികളെയും ക്രിസ്തംഘികളെയും സപ്പോർട്ട് ചെയ്യുന്നത് ഷാജൻസ്കറിയയുടെ നേതൃത്വത്തിലാണ്. ഷാജൻസ്കറിയ പറയുന്നതനുസരിച്ചാണ് ഇവരൊരു ചാനലിൽ ഓരോ വീഡിയോ ക്ലിപ്പും ചെയ്യുന്നത്. എന്തായാലും ശരി, ഷാജൻസ്കറി എന്നിട്ട് മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അതായത് കാസയ്ക്ക് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും അച്ഛന്മാരുടെ ഇടയിലും പൊതുസമൂഹത്തിലൊക്കെ ഭയങ്കര സ്വീകാര്യതയാണ്. അവരങ്ങനെ ചെയ്യും, അവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. അപ്പോൾ തലയിൽ തട്ടമിട്ടതിന് ഭീകരവാദവും ഒന്നും പിന്നെ തീവ്രവാദം എന്നാണ് ഷാജൻസ്കറി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് തലയിൽ ശരീരം മൊത്തം മറച്ചും കൊണ്ട് സ്കൂളിൽ വരാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നോക്കണം, കേരളത്തിൽ അങ്ങോളമല്ല മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ യാതൊരു പ്രശ്നമില്ല. ഹിന്ദു, അതായത് SNDP നടത്തുന്ന സ്കൂളിൽ, NSS നടക്കുന്ന സ്കൂളിൽ, കോളേജുകളിൽ എല്ലാ സ്ഥലത്തും പിള്ളേർ തട്ടമിടുന്നതിന് ആരും പിന്നെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ട് ഇവരുണ്ടായി. വിഷം കൊണ്ട് നടക്കുന്ന ഇവര്, അതായത് കന്യക അല്ലാത്ത ഒരു കന്യാസ്ത്രീ. അപ്പോൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ, ആവശ്യം പോലെ ബംഗാള ആ സ്ത്രീയെ കിട്ടുന്നുണ്ട്. കേരള സമൂഹം യാതൊരു കാരണവശാലും ഇത് അവസാനം വരെ മറക്കാനില്ല. അപ്പൊ ആ സ്ത്രീക്ക് എവിടെ പോയാലും സ്വീകാര്യതയുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഛത്തീസ്ഗഡിലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കേരളം വിട്ട് എവിടെയും ഈ വസ്ത്രം അണിഞ്ഞ് ഇവർക്ക് പുറത്തിറങ്ങാനൊക്കില്ല. അപ്പൊ കേരളം എന്ത് സഹിഷ്ണുതയുള്ളവരാണ്. ആ വസ്ത്രം അണിഞ്ഞ് മുസ്ലിങ്ങൾക്കായിരുന്നാലും പോകാം, ഹിന്ദുക്കൾക്കായിരുന്നാലും പോകാം, ക്രിസ്ത്യാനിക്കായിരുന്നാലും ഇവിടെ യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ആകരുത്. ഇവിടെ വടക്കേ ഇന്ത്യ അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ പോലെ ആകണം. ഇവിടെ ഭയവിഹുലരാക്കണം ജനങ്ങളെ. അതിനു വേണ്ടിയാണ് ഷാജൻസ്കറി. എന്നിട്ട് അത് മുസ്ലിങ്ങളെ മണ്ടയിൽ വെച്ച് കിട്ടുകയാണ്. ഈ പ്രശ്നം, ഈ തലയിൽ തട്ടമിടുന്ന പ്രശ്നം ഇപ്പോൾ ഒരു ആഴ്ച 10 ദിവസം കൊണ്ടുണ്ടായതാണ്. അതിനു മുമ്പും കാസയുണ്ടല്ലോ, കാസയുണ്ട്. ഇവിടെ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങള് പിന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിങ്ങൾ എന്താ അളിയനും മച്ചമ്പിയാണ്? അല്ലല്ലോ, എല്ലാവരും ഒരുപോലെ തന്നെ. നിങ്ങളിപ്പം മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എന്ത്, നമ്മൾ ഏകോദര സഹോദരങ്ങളല്ലേ? അങ്ങനെയാണല്ലോ ഇവിടെ കഴിഞ്ഞത്. ഒന്നിച്ച് ആഹാരം കഴിക്കുക, ഒന്നിച്ച് പഠിക്കുക, ഒന്നിച്ച് എവിടെയെങ്കിലും ടൂർ പോവുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഷാജൻസ്കറിയായ പോലുള്ള വിഷം കൊണ്ട് നടക്കുന്ന. അതായത് നിങ്ങളാരും നല്ലതുപോലെ മരിക്കില്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും ഒന്നും പ്രത്യേകമായ ദൈവങ്ങളൊന്നുമല്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഷാജൻസ്കറിയാക്ക് ഇല്ലാതെ പോയി. ഇപ്പൊ ഇസ്രയേലിൽ പോയി. എന്തിനാണ് പോയത്? അവിടെ ഹമാസ് 1200 പിന്നെ ജൂതന്മാരെ കൊന്നു. ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് പലസ്തീനികളാ കഴിഞ്ഞ 77-78 വർഷമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന. ഇസ്രയേലില് പിന്നെ ചെയ്യുന്നത് പിന്നെ നല്ല ദേശസ്നേഹമാണ്. അതായത് അവര് കാണിക്കുന്നത് ഭീകരവാദമല്ല, അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ്. സാധാ മനുഷ്യര്, നല്ല 1ാം ക്ലാസ് ക്രിസ്ത്യാനികള്. ഈ ക്രിസ്ത്യാനികളുടെ എല്ലാം നേതാവ് പോൽ മാർപ്പാപ്പ പറയുന്നു അവർ കാണിക്കുന്നതാണ് തെമ്മാടിത്തരം. ഇപ്പൊ എഗ്രിമെന്റ് ഉണ്ടാക്കി, ഷർമ ഷേഖിൽ വെച്ച്, ഈജിപ്തിൽ വെച്ച് ഒത്തുതീർപ്പ് ചർച്ച നടത്തി, ട്രംപ് വന്നു, എല്ലാവരും വന്നു, ഒപ്പിട്ടതാണ്. ആ മഷി ഉണങ്ങുന്നതിന് മുമ്പേ അവരെന്താണ് കാണിച്ചത്? തെമ്മാടിത്തരം. വീണ്ടും ആളുകളെ കൊല്ലുന്നു. അപ്പോൾ ഇവർ വഞ്ചകരാണ്. ഈ 78 വർഷമായി നിങ്ങൾക്കറിയാം, പലസ്തീനിൽ പണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യാസർ അറഫത്തിന്റെ നേതൃത്വത്തിലുള്ള PLO അവര് സമാധാന പ്രേമികളായിരുന്നു. ആദ്യം വിപ്ലവമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പിന്നീട് സമാധാന പ്രേമികളെ എത്രയോ എഗ്രിമെന്റുകൾ പിന്നെ ഇസ്രയേലും അറബികളുമായിട്ട് ഉണ്ടാക്കി. അത് നിലനിൽക്കാൻ യാതൊരു കാരണവശാലും ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തിലെ തെമ്മാടി രാഷ്ട്രമാണ്. എന്നിട്ട് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പിന്നെ ഹൃദയ ശൂന്യരെന്നേ ഞാൻ പറയുള്ളൂ. യാതൊരു പിന്നെ എന്താണ് മനുഷ്യത്വവും ഇല്ലാത്ത, വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഒരു സൈസ് വക്രീകരിച്ച ബുദ്ധി ഉള്ളവർക്ക് മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നീതിയും ന്യായവും ഈ ലോകത്ത് നടന്നു കാണണം, ധർമ്മവും നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരും യഹൂദന്മാർ സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് പണ്ട് പാസ്പോർട്ടുകളിൽ, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഓൾ കൺട്രീസ് എക്സെപ്റ്റ് ഇസ്രയേൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക എന്നാണ് കൊടുത്തിരുന്നത്. സൗത്ത് ആഫ്രിക്ക നിങ്ങൾക്കറിയാം, അതായത് വെളുത്തവരായ ക്രിസ്ത്യാനികൾ അവിടുത്തെ കറുത്തവരായ ക്രിസ്ത്യാനികളെ അടിച്ചമർത്തി ആവശ്യം പോലെ പേരെ കൊന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എത്രയെങ്കിലും വർഷം നെൽസൺ മണ്ടേല എന്നാണ്, അതായത് ഇന്ത്യയുടെ മഹാത്മാഗാന്ധിക്ക് തുല്യമായ ഒരാളാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി പടപൊരുതിയത്. പണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിയും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ആളാണ് നെൽസൺ മണ്ടേല. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവർ സ്വതന്ത്രമായി. കറുത്ത അവർക്ക് തന്നെ പിന്നെ രാജ്യം വിട്ടുകൊടുത്തിട്ട് വെളുത്തവന്മാർ പോയി. അപ്പൊ ഇങ്ങനെ വർഗീയ മതപരമായ ചേരിതിരിവ്, അതായത്
വെളുത്ത ക്രിസ്ത്യാനികൾ, കറുത്ത ക്രിസ്ത്യാനികൾ അടിച്ചമർത്തി കൊന്നുകൂട്ടി എത്രയെങ്കിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന്. അതുപോലെയാണ് യഹൂദന്മാർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 78 വർഷമായി അവര് അവിടെ പിന്നെ വരാനായിട്ട് അഭയാർത്ഥികൾ നടന്ന ഇസ്രയേലികൾ അവിടെ അവർ സ്വാഗതം ചെയ്ത് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുത്തതിന് പ്രതിഫലമായി അവർ കൊടുത്തത് ആ രാജ്യം പിടിച്ചെടുക്കുക, അവിടെയുള്ള സ്ത്രീകളെയും മുസ്ലിങ്ങളും സ്ത്രീകളും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെയും അവർ കൊന്നൊടുക്കി. ആവശ്യം പോലെ കൊന്നൊരു സ്ത്രീകളെയും കുട്ടികളെയും ബോംബ് ചെയ്തും അല്ലാതെ കൊന്നൊടുക്കിയേ മതി എന്നല്ല. എനിക്കൊരു കുട്ടി പോരാ, കാരണം അത് ചിലപ്പോൾ അകാലത്തിൽ മരിച്ചുപോയാൽ പറയാനൊക്കില്ലല്ലോ. മരണം എപ്പോഴും കുട്ടിക്കായിരുന്നാലും കൗമാരപ്രായത്തിലായിരുന്നാലും മധ്യവയസ്കരായിരുന്നാലും എപ്പോഴും സംഭവിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇത് സമുദായക്കാർ ഉണ്ടായെന്ന് വിചാരിച്ച് എവിടെ എന്താണ് കുഴപ്പം? 100% മുസ്ലിങ്ങളുള്ള രാജ്യങ്ങൾ ലോകത്തില്ലേ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ക്രിസ്ത്യാനികളും മുസ്ലിമും ഹിന്ദുവും എല്ലാം അവിടെ പോയി ജോലി ചെയ്യുന്നില്ലേ? എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമല്ല. പ്രശ്നമെന്ന് പറയുന്നത് ഹൃദയം നല്ല ക്ലീൻ ആയിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, കളങ്കമില്ലാത്ത ഹൃദയമുള്ളവരായിരിക്കണം. അവർക്ക് ഇതിനെയൊക്കെ അവർ ഹിന്ദുവാണ് ഹിന്ദുവാക്കിക്കൊണ്ട് പോട്ടെ, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനിക്കൊണ്ട് പോട്ടെ, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആയിക്കൊണ്ട്. അതിന് ആർക്കെന്ത് നഷ്ടം? നിങ്ങൾ മതം പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തരുത്. അവരങ്ങനെ ആയിപ്പോവും, അവരിങ്ങനെ ആയിപ്പോവും. വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല. പിന്നെ ഇന്ത്യയെ പിന്നെ മുസ്ലിങ്ങൾ ഭരിക്കും. ഇന്ത്യ ഭരിച്ചിട്ടില്ലേ മുസ്ലിങ്ങൾ? 850 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു? എന്തെങ്കിലും വർഗീയ ലഹള ഉണ്ടായ? അതേസമയം ക്രിസ്ത്യാനികൾ വന്ന് 180-200 വർഷത്തിനകത്ത് ഭരിച്ചല്ലോ. ബ്രിട്ടീഷുകാർ വന്ന് എന്തെല്ലാം ലഹള ഉണ്ടാക്കി. അപ്പോ ലഹള ഉണ്ടാക്കുന്നവർ ലഹള ഉണ്ടാക്കും. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയക്കുന്നവരാണ്, അള്ളാഹുവിനെ ഏകനായ ദൈവത്തെ ഭയക്കുന്നവരാണ് അവര്. ഇന്ന് ഇവിടെ വെച്ച് ഏതെങ്കിലും തെറ്റ് ചെയ്താൽ നാളെ ആഖിറത്തില്, നാളെ എല്ലാവരും മരിച്ച് എല്ലാവരും ഇതിന് സമാധാനം പറയേണ്ടി, ചെയ്ത തെറ്റുകൾക്ക് സമാധാനം പറയേണ്ടി വരും. സർവശക്തന്റെ മുമ്പിൽ എല്ലാവരെയും അണിനിരത്തും. ആര് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരുത്തനെയും വിടൂല, പിടിക്കും, ശിക്ഷിക്കപ്പെടും. അതിനെപ്പറ്റി ബോധമുള്ളവരാണ് മുസ്ലിങ്ങൾ. നമ്മൾ അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും ജനങ്ങൾ കാണുന്നതും കാണാതെ ചെയ്യുന്നതും ആയ ഏത് തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ശിക്ഷയുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കണം. സാഴക്കറിയാം, നീ വെറുതെ ക്രിസ്ത്യാനിയായിട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ദൈവഭയമില്ലാത്ത, ആത്മാർത്ഥതയോടുകൂടിയുള്ള ദൈവവിശ്വാസമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയാണ്. നല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ എന്തായാലും ശരി, ആ സ്ത്രീ കന്യകയല്ലാത്ത കന്യാസ്ത്രീ, ഞാൻ അങ്ങനെ പറയുള്ളൂ. കന്യാസ്ത്രീത്ത് അവർക്ക് വിർജിനിറ്റി ടെസ്റ്റിന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. 1 ലക്ഷം രൂപ ഞാൻ ഇനാം കൊടുക്കും. പിന്നെ ഈ വിർജിനിറ്റി ടെസ്റ്റിനുള്ള ചെലവ് ഞാൻ വഹിക്കും. തയ്യാറുണ്ടോ? ഈ വീണ്ടും വെല്ലുവിളി. ഞാൻ ഇന്നാളൊരു ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കന്യകയല്ലാത്ത കന്യാസ്ത്രീ നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ, കേൾക്കണം, മദർ തെരേസ, അവരെയൊക്കെ കണ്ടു പഠിക്കണം. അവരൊന്നും ലോകത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ പുതിയ അഭിനവ കന്യാസ്ത്രീകളായവരാണ് ഈ കുഴപ്പമുണ്ടാക്കുക. ആ വസ്ത്രം ഇടാനുള്ള യോഗ്യത പോലും ആ സ്ത്രീക്കില്ല. അവർ ആ വസ്ത്രം ഊരി വാങ്ങിക്കണമെന്നാണ് ഇവിടുത്തെ മൈത്രാന്മാരായാലും ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരോട് എനിക്ക് പറയാൻ. കാരണം ഇത്രയും വഷളാക്കി 2 സമുദായങ്ങളെ തെറ്റിദ്ധരിച്ച്, അതുപോലെ കേരള സമൂഹത്തെ 2 വിഭാഗമാക്കി തിരിച്ച്, തലയിൽ തട്ടമിടുന്നവരാ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലാത്തവരും. സ്കൂളിൽ പഠിക്കാൻ എല്ലാ മുസ്ലിം സ്കൂളുകളിലും ആർക്കും ശബരിമല സീസൺ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കറുത്ത വസ്ത്രം അണിച്ച് ഹിന്ദു കുട്ടികൾ വരുന്നുണ്ട്, രുദ്രാക്ഷമാല അണിഞ്ഞുകൊണ്ട്. ആരും തടഞ്ഞിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഒരു മുസ്ലിം സ്കൂളിലാണ് ഒരു കന്യാസ്ത്രീക്ക് അത് ധരിച്ചു കൊണ്ട് വരാനൊക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡില് 2 സ്ത്രീകളാ, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം അവരെ ബേക്കിലായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ്? അപ്പൊ അവർ ബേക്കിൽ പോയതാണ്. തെറ്റാണ്. ആര് ചെയ്താലും അത് ചെയ്യാൻ പാടില്ലാത്ത അവിടെ ചെയ്തതുകൊണ്ടാണ്. ഇറക്കാൻ പോയതാരാണ്? BJP-ക്കാർ. അറസ്റ്റ് ചെയ്തതാരാണ്? BJP-ക്കാർ. അപ്പൊ BJP-ക്കാർ കളിക്കുന്ന കളിക്ക് അനുസരിച്ച് നിങ്ങൾ നിന്നു കൊടുക്കരുത്. നിങ്ങൾക്കിപ്പോ ഷായസ്കറിയായും അവരെ പോലുള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചകൾ കിട്ടും. ഇപ്പൊ ഈ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഈ സ്വഭാവം മാറ്റണം. അവനവന് കേരളക്കാരൻ, പ്രത്യേകിച്ച് കേരളക്കാരെന്ന് പറഞ്ഞാൽ അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാരെന്ന് പറഞ്ഞാൽ ചാണകവും തിന്നും മൂത്രം കുടിക്കും. അതൊക്കെ തിന്ന് നിങ്ങൾ ഈ കേരള സമൂഹത്തെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും. കേരളത്തിൽ ഉള്ളവർക്ക് പുറത്തു പോയാലും വിലയും നിലയും ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ അന്തസ്സുള്ളവരാണ്, അഭിമാനമുള്ളവരാണ്, വൃത്തിയുള്ളവരാണ്, സംസ്കാര സമ്പന്നരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അത് അനുസരിച്ച് നമുക്ക് ബഹുമാനം എല്ലാ സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ട്. പോലീസിലായാലും എവിടെ പോയാലും, പിന്നെ ഇമിഗ്രേഷനിൽ പോയാലും പിന്നെ എല്ലാ കേരളീയർക്കും പ്രത്യേകമായ ഒരു പരിഗണന ഇന്ത്യക്കാർക്ക് ഇല്ലാത്ത ഒരു പരിഗണന കേരളീയക്കാർക്ക് കിട്ടുന്നുണ്ട്. അത് നശിപ്പിക്കരുത്.
അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ചാണകവും അതിന്റെ മൂത്രവും ഒക്കെ കുടിക്കുന്നെങ്കിൽ തന്നെ നിങ്ങൾ മിണ്ടാതെ കഴിച്ചോളി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കഴിച്ചോളി. പക്ഷെ നിങ്ങൾ പൊതുസമൂഹത്തിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ് ഈ വടക്കേ ഇന്ത്യക്കാരുടെ കൂടെ നിങ്ങൾ വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാരെന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാർ ശക്തികളോട് നിൽക്കരുത്. അവർ ഈ രാജ്യം നശിപ്പിക്കും. കാര്യം RSS എന്ന് പറഞ്ഞാൽ അറിയാം, മഹാത്മാഗാന്ധിയ നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവരാണ്, അതിന് അംഗീകാരം കൊടുക്കുന്നവരാണ്. അവന് ആ തെണ്ടിയുടെ പ്രതിമയുണ്ടാക്കി മാലയിടുന്നവരാണ്, മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കി അതിനെ വെടിവെക്കുന്നവരാണ്. അപ്പോൾ അവരാണ് രാജ്യസ്നേഹികൾ. അത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് അവർ രാജ്യസ്നേഹികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, പിന്നിപ്പും വർഗീയതയും ചേരിതിരിവും ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ദുഷ്ട പിന്നെ മൃഗങ്ങൾ, ഇവരെ മനുഷ്യരല്ല, ഇവർ മൃഗങ്ങളായിട്ട്, ആ കന്യാസ്ത്രീ ആയാലും ശരി ശായസ്ത്രീ ആയാലും ദുഷ്ട മൃഗങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നാണ് കേരളീയ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്. കുട്ടികളല്ലേ അവർ, ഏത് മതക്കാരായാലും എന്ത് മതത്തില, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു ആശയങ്ങൾ അവർ പഠിക്കട്ടെ പരസ്പരം. ഞങ്ങളെ യാതിയില്ലെങ്കിൽ ഞങ്ങൾ നമസ്കരിക്കാൻ പോകും, ഞങ്ങൾ ചർച്ചയിൽ പോകും, ഞങ്ങൾ ക്ഷേത്രത്തിൽ, അവരങ്ങനെ പോട്ടെ. കുട്ടികൾ പോകുമ്പോഴത്തേക്ക് അടുത്ത് പള്ളി കാണും, അവർ പള്ളിയിൽ നിസ്കരിക്കട്ടെ. അവർ മറ്റൊരു അമ്പലം കാണും, അവർ ക്ഷേത്രത്തിൽ തൊഴുതട്ടെ. ചർച്ചയിൽ കാണും, അവർ പോയി അവിടെ ചെയ്തിട്ട് വരട്ടെ. അവർ നല്ലോണം ജീവിക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര കണ്ണുകടി? അതായത് ചാവാനിരിക്കുന്ന നിനക്കൊക്കെ നിന്റെയൊക്കെ ഹൃദയം അഴുക്കയായ ആ അഴുക്ക് ഹൃദയം കൊണ്ട് ബാക്കിയുള്ള കുട്ടികളും അങ്ങനെ തന്നെ ഈ നാട് നശിപ്പിക്കട്ടെ എന്ന് നിങ്ങൾ കരുതരുത്. അപ്പൊ കേരള സമൂഹം ഇങ്ങനെയുള്ള മതേതര വിശ്വാസികളായ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പിന്നെ അമ്മമാർ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്, നമ്മൾ അങ്ങനെയല്ല ജീവിച്ചിട്ടുള്ളത്. അമ്മമാർ, അവർക്ക് പ്രത്യേകമായ ഒരു റോളുണ്ട്. ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ നിങ്ങൾ കുട്ടികളെ വിടരുത്. കാരണം അവിടെ ഈ സ്കൂള് ഒരു 2008 2009 ആണെന്ന് ഒരു പ്രശ്നം ഉണ്ടായ സ്കൂളാണ് ഈ പള്ളുരുത്തി സെയിന്റ് റീത്താസ് സ്കൂള്. കാരണം അവിടെ നിർബന്ധമായിട്ട് കുരിശു വരപ്പിച്ച് കുട്ടികളെ കൊണ്ട് LKG UKG പഠിക്കുന്ന, അതായത് കുട്ടിയിലെ അവരെ ഇൻജക്ട് ചെയ്യണം. ബാക്കിയുള്ള സമുദായത്തിൽ അങ്ങനെ പാടില്ല. മതമെന്ന് പറയുന്ന അവനവന്റെ കാര്യമാണ്, രാഷ്ട്രീയമായിരുന്നാലും അവനവന്റെ കാര്യമാണ്. നിലപാടുകൾ ആർക്കും ഇഷ്ടം പോലെ എടുക്കാം, പക്ഷെ അത് പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാവരുത്. അവനവന്റെ വിശ്വാസം അവനവന് വെച്ച് പുലർത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് നിർബന്ധിച്ച് അത് നീ എൻ്റെ മതത്തിൽ തന്നെ ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ആ പരിപാടി നിങ്ങൾ നിർത്തലാക്കണം. ദുഷ്ട മനസ്സുള്ള ആളുകളെ ഈ കേരളീയ സമൂഹം മനസ്സിലാക്കണം. അവരവരുടെ മക്കളെ, അമ്മമാരായിരുന്നാലും ഉമ്മമാരായിരുന്നാലും നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹിന്ദുക്കളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ, മുസ്ലിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ, ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. അങ്ങനെ ഈ 3 സമുദായത്തിലുള്ള അമ്മമാരും അവരവരുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾ തമ്മിൽ ഏകോദര സഹോദരങ്ങളെ പോലെ സഹകരിച്ച് സന്തോഷത്തിൽ അവരുടെ ആ ജീവിതം, നമുക്കിപ്പോൾ വയസ്സ് ഇത്രയായി, നമുക്കിനി കുട്ടികളാവാനൊക്കുമോ? ആ കുട്ടികളുടെ ആ സമയമെന്ന് പറയുന്നതും നമ്മൾ കളിച്ചു വളർന്നതും പഠിച്ചതുമെല്ലാം എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷം നമുക്കിനി തിരിച്ചു കിട്ടൂല. ആ കുട്ടികളെ സന്തോഷത്തിൽ വളർന്നോട്ടെ, സന്തോഷത്തിൽ ജീവിച്ചോട്ടെ, സന്തോഷത്തിൽ പഠിക്കട്ടെ. നിങ്ങൾ ഇല്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കി ആ കുട്ടികളുടെ മനസ്സ് വികലമാക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.